കോതമംഗലം കോട്ടപ്പാറയിൽ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചു. മയക്കുവെടിയേറ്റ ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതോടെയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. 2 ദിവസത്തിനകം ആനയെ പിടികൂടുമെന്ന് വനം വകുപ്പ് ഉറപ്പ് നൽകിയതായി MLA ഷിബു തെക്കുംപുറം അറിയിച്ചു. കോതമംഗലം കോട്ടപ്പാറയിൽ കഴിഞ്ഞ 1 മാസത്തിലധികമായി നാട്ടുകാർക്ക് ശല്യമായി കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും കാട്ടാന ജനവാസ മേഖലയിലെത്തി. ഇതോടെ ആനയെ RRT സംഘം വനത്തിലേക്ക് തുരത്തി. പിന്നാലെ അഭയാരണ്യത്തിലെ വെറ്റിനറി സർജൻ ഡോക്ടർ ബിനോയ് ബാബു ഉൾപ്പെടുന്ന സംഘം കാട് കയറി. തുടർന്ന് ശരീരത്തിൽ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിനായി ആനയെ മയക്കുവെടിവെച്ചു. നിലവിൽ ഇന്ന് രാവിലെ ഒരു സാഹചര്യത്തിന്റെ പുറത്തുനിന്ന് മയക്കുവെടി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഒരു കോളർ ഘടിപ്പിച്ച് വ്യക്തമായി ആനയുടെ ഫോളോ അപ്പ് മനസ്സിലാക്കി ഇനി ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇനി അഥവാ കടന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. ഉൾക്കാട്ടിലേക്ക് നീങ്ങിയ ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. ആനയ്ക്കുണ്ടായ പരിക്കിന്റെ ഗൗരവം മനസ്സിലാക്കി മാത്രമേ വനം വകുപ്പ് കൂടുതൽ നടപടികളിലേക്ക് കടക്കൂ. ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ന്യൂസ് മലയാളം, കൊച്ചി.